Hi everyone. Good morning, good afternoon and good evening. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂ മലയാളത്തിലാണ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ്സിൽ എൻ്റെ കൂടെ കുറേ വേൾഡിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഓൺലൈൻ ബിസിനസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ആൾക്കാരെയും നമ്മുടെ എൻ്റെ പേജിലൂടെ എൻ്റെ ഓഡിയൻസസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിലെ ഫസ്റ്റ് സീരീസ് ഞാൻ കഴിഞ്ഞ തവണ ഫിനിഷ് ചെയ്തു, നന്ദിനിയുമായിട്ടുള്ള ഇന്റർവ്യൂ. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ സെക്കൻഡ് ഇന്റർവ്യൂല് ഞാനിപ്പം വെൽക്കം ചെയ്യുന്നത് ഡോക്ടർ ഇന്ദു ആണ്. ഡോക്ടർ ഇന്ദു ബേസിക്കലി മലയാളിയാണ്. അപ്പൊ ഞാൻ ഇന്ദുവിന് തന്നെ കൊടുക്കാം, ഇന്ദുവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇന്ദു ആണ്. മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആണ് ഞാനൊരു പ്രൊഫഷനായിട്ട്. പിന്നെ ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ മോനും ഹസ്ബൻഡും ഡോക്ടറാണ്. അപ്പം ഈ ഇതിൽ വന്നതിന് ദീപ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് യു ഇന്ന് എന്നെ വിളിച്ചത്. സോ ദാറ്റ് ഐ ക്യാൻ ഷെയർ മൈ ജേർണി ഷെയർ ചെയ്യാൻ വിളിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഇറ്റ്സ് നൈസ്. ഒന്ന് വി ട്രൈ ടു എക്സ്പ്രസ് എന്തിനാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നല്ല. താങ്ക് യു ദീപ, ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു ഫോർ വാച്ചിങ് അസ്. ഓക്കെ, അപ്പോ ഇന്ദുവിന്റെ അടുത്ത് ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കൂടുതലും ഒരു ഫൈനാൻഷ്യലി വലിയ സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർ, കൂടുതൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആയിരിക്കും കൂടുതൽ ഈ ഓൺലൈൻ ബിസിനസ്സിന്. ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഓൺലൈൻ ബിസിനസ്സിനെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ കഴിഞ്ഞിട്ടുള്ള എക്സാം ടൈമിൽ ഓൺലൈനിൽ കൂടെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ വരുന്ന സമയത്ത് ഹൗ വാസ്റ്റ് അവർ കമ്മ്യൂണിറ്റി വാസ്. അപ്പൊ ഞാൻ ഇതിൽ എൻ്റർ ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുറെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനത്തെ കൂടെ ഹൈ സ്റ്റാറ്റസ് പ്രൊഫഷനിലുള്ള ആൾക്കാരും ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ദുവിന് ഒരു ബീങ് ഡോക്ടർ ഈ ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ സത്യം പറയുക വെച്ചാല് ദീപ, എനിക്ക് ഇതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് ഐഡിയ ഒന്നുമില്ല, ഓൺലൈൻ ബിസിനസിനെ പറ്റിയിട്ടൊന്നും. കോവിഡിന്റെ സമയത്ത് ഈ ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം എന്നെല്ലാം പറയാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ പ്രൊഫഷനിൽ മാത്രമേ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത്. നടക്കില്ലല്ലോ, പോയി ജോലി. അതൊന്ന്, ദാറ്റ് വാസ് വൺ റീസൺ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെന്റ്. എൻ്റെ പ്രൊഫഷന്, ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ പ്രൊഫഷൻ വളരെ ഇഷ്ടമാണ്. ഐ എം ഓൾസോ ഫാക്കൽറ്റി. അപ്പം ഞാൻ പഠിപ്പിക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ പുറമെ എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയൊരു ഇറ്റ് വാസ് ദെയർ ഓൾവേസ് ഓൺ മൈ മൈൻഡ്. അങ്ങനെ ഇരിക്കുമ്പം ബിസിനസ് ഇങ്ങനെ തോന്നിയിരുന്നു, ബിസിനസ് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു ബിസിനസ്. അപ്പം എന്ത് ബിസിനസ്? അപ്പം വേറെ കുറെ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെല്ലാം തലയിൽ എന്തെല്ലോ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ബിക്കോസ് ഇപ്പൊ ഞാൻ കുറെ കൂടുതൽ പഠിച്ച കുറെ ജോലി എടുക്കുന്ന കുറെ ഡോക്ടർമാർ അങ്ങനെ കാണുന്നു, അവർ വേറെ വേറെ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബന്ധമില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ട്, എല്ലാവരും ചെയ്യണ വഴി തന്നെയാണ്. ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും. അപ്പൊ ഞാനും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് പറഞ്ഞ കുട്ടി ലേഡി ആയിരുന്നു. അപ്പൊ ആ ലേഡി പറഞ്ഞു, ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ആ ബിസിനസ് എനിക്ക് എവിടെയും കൊണ്ടുപോവാം, ഐ ക്യാൻ ക്യാരി ഇറ്റ് വിത്ത് മീ. പിന്നെ എനിക്ക് എന്റെ ഫ്രീ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് നടത്താം. ഇപ്പൊ എന്റെ പ്രൊഫഷനിൽ ഐ സ്പെൻഡ് ഗുഡ് 10 hours മിനിമം. ഈ 10 hoursന്റെ ഉള്ളിൽ വേറൊരു പണി ചെയ്യാൻ പറ്റില്ല. ന്റെ പുറമെ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുക, അതെനിക്കൊരു അട്രാക്ഷൻ തോന്നി. അപ്പം പിന്നെ ഞാനത് നോക്കി, പക്ഷെ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ സെയിം കൈൻഡ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എ വീഡിയോ വേറൊരു ആൾക്കാരുടെ കൂടി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇൻക്വിസിറ്റീവ്നെസ് വന്നത്, ഞാൻ നോക്കട്ടെ ഇതെന്താണെന്ന് നോക്കട്ടെ. അങ്ങനെ ഐ സോ മൈ മെന്റേഴ്സ് വീഡിയോ. ഇന്ന് ദാറ്റ് പേഴ്സൺ ഈസ് മൈ മെന്റർ. സോ ഐ സോ ഇറ്റ് അഗൈൻ. അപ്പൊ എന്തോ ഒരു വിശ്വാസമാര് തോന്നി. ഓൾദോ ഐ നെവർ മെറ്റ് ഹർ ഇൻ മൈ ലൈഫ്,
ഇതുവരെ എനിക്ക് അറിയണ്ട, മച്ച് യങ്ങർ ദാൻ മീ, എന്നെക്കാട്ടും വളരെ ഏജും കുറവാണ്. അപ്പം പിന്നെ ഞാൻ രണ്ടാമത് ആ വീഡിയോ നോക്കി, ഐ കോണ്ടാക്റ്റഡ് ഹെർ, ഷീ ആസ്ക്ഡ് മീ ടു, പിന്നെ ആസ് ദ സ്റ്റെപ്സ് ഗോ ഓൺ, അവൾ പറഞ്ഞ മാതിരി ഞാൻ സ്റ്റെപ്പ് ഫോളോ ചെയ്തു. സോ അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്. സോ ഐ റിയലി ഡിഡ്ന്റ് ഹാവ് എൻ ഐഡിയ ഓൺലൈൻ ബിസിനസ്. കേട്ടിരിക്കുന്നു കുറെ, പക്ഷെ അതനുസരിച്ചിട്ട് തന്നെ അതുമാതിരി ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറെ സ്കാംസും നടക്കും, കുറെ കാര്യങ്ങളുണ്ട്. സോ ഐ വാസ് നോട്ട് വെരി ഷുവർ അബൌട്ട് എനിത്തിങ്. പക്ഷെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു ടു നോ തിങ്സ്. ഒബ്വിയസ്ലി നിങ്ങൾ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം യു ആർ ഗോയിങ് ടു പുട്ട് ഇൻ മണി. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും, അത് ലീഗൽ ആണോ അല്ലെ, അതിൻ്റെ എല്ലാ ആസ്പെക്ട്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നോക്കണ്ടേ ഞങ്ങൾക്ക്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് അതിനെ കൊണ്ട് ഒരു ഡ്രോബാക്ക് ഉണ്ടോ, അതില് കുറെ കമ്പ്യൂട്ടർ നോളജ് ഒന്നും വേണ്ട, അതെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോ എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഫസ്റ്റ് ബിസിനസിനെ കുറിച്ചിട്ട് ഫസ്റ്റ് എൻക്വയറി ചെയ്തപ്പം അവര് വെബിനാർ വാച്ച് ചെയ്യാനല്ലേ പറഞ്ഞത്. നമ്മളുടെ ഫസ്റ്റ് ബിസിനസിനെ കുറിച്ചിട്ടുള്ള നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെബിനാർ വാച്ച് ചെയ്തിട്ട് തന്നെ അല്ലേ ചെയ്യുന്നത്? വെബിനാർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ. എന്ത് ഓഫ്കോഴ്സ് വെബിനാർ നിങ്ങൾ വാച്ച് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഇൻ ജനറൽ ഹൗ എൻ ഓൺലൈൻ ബിസിനസ് റൺസ് ഓർ ഹൗ ഇറ്റ് വർക്ക്സ്. അതെന്ത് കോൺസെപ്റ്റ്, എന്ത് ബിസിനസ് മോഡലാണ്. ഒബ്വിയസ്ലി ഞങ്ങളുടെ വെബിനാറും അത് തന്നെയാ തരിക. സോ ഇറ്റ് ഈസ് ഫോർ എനി വൺ, ആർക്കാണ് ഇൻഫർമേഷൻ വേണ്ടത്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ബിക്കോസ് ഞാനിപ്പം ദീപേനെ ആഡ് കണ്ടിട്ടോ ദീപേനെ വീഡിയോ കണ്ടിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ ഞാൻ പിറ്റേ ദിവസം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് യു ആർ നോട്ട് ഹിയർ ടു ആൻസർ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ടു മീ വൺ ബൈ വൺ. ഇപ്പൊ ഈ പണി തന്നെ ചെയ്യാനായിരുന്നു വെച്ചാല് യു വോണ്ട് റെഡ്യൂസ് യുവർ വർക്കിംഗ് അവേഴ്സ്, റൈറ്റ്? അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ് വെബിനാർ കണ്ടു കഴിഞ്ഞാൽ അതിൽ A to Z ഇൻഫർമേഷൻ ഉണ്ട്. ഇറ്റ്സ് എ വെരി കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഞാനും എന്റെ മെന്ററിനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താണ് അതെന്താ, ഇങ്ങനെ ചോദിക്കുമ്പോൾ അവള് എന്നോട് പറയും, ഡോക്ടർ എന്ത്, യു പ്ലീസ് വാച്ച് ദി വെബിനാർ. നിങ്ങൾ യു വാണ്ട് ടു ഡു ദ ബിസിനസ് ഓർ നോട്ട്, ദാറ്റ് ഈസ് എ സെക്കൻഡ് തിങ്. പക്ഷെ നിങ്ങൾ ആദ്യം ആ വെബിനാർ കാണുക, എന്നിട്ട് യു വാണ്ട് ടു ആസ്ക് മീ എനിത്തിങ്, ഐ ആം ദെയർ. സോ ദെൻ ഐ അണ്ടർസ്റ്റുഡ് അത് വെബിനാർ കാണേണ്ട ആവശ്യം എന്താണ്. അതെ, എനിക്കും ഇതേപോലെ എനിക്ക് എന്റെ പേഴ്സണൽ സർക്കിളിൽ നിന്നും പിന്നെ സ്ട്രേഞ്ചേഴ്സ്, അതായത് നമ്മൾ ഡിഫറെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനകത്ത് ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഞാൻ ഓരോ പോസ്റ്റുകൾ ചെയ്യുന്നതും പിന്നെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഓരോ ആൾക്കാരും, കുറെ ആൾക്കാർ എന്നെയും കോണ്ടാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് അവർ പറയുന്നത് എന്താണ് ബിസിനസ്, എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാമോ, ഡീറ്റെയിൽസ് തരാമോ. ഞാനും എല്ലാവരോടും പറയുന്നതാണ് ഫസ്റ്റ് വെബിനാർ. ഞാൻ നിങ്ങൾക്ക് വെബിനാറിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, എന്റെ വെബ്സൈറ്റ് വഴി കയറി കഴിഞ്ഞാൽ വെബിനാറിന്റെ ഡയറക്റ്റ് റീപ്ലൈ കിട്ടും. അപ്പൊ വെബിനാർ ഫസ്റ്റ് കണ്ടിട്ട് എന്റെ അടുത്ത് സംസാരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. കാര്യം വെബിനാർ കാണാത്ത ഒരാൾക്ക് ഒരു 100 ഡൗട്ടിന് മുകളിൽ ഉണ്ടാവും എന്താണ് ബിസിനസ്. പക്ഷെ എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ബിസിനസ് മോഡൽ എന്ന് പറയുന്ന സംഭവം, കാര്യം സീറോ നോളജ് ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നത്, ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വെബിനാർ വാച്ചിങ് എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് നമ്മുടെ ബിസിനസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. ഫസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുക, ദെൻ ലെറ്റ് ദാറ്റ് പേഴ്സൺ തിങ്ക്. സോ അതിനുശേഷം തിങ്ക് ചെയ്തിട്ട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് വീണ്ടും വരുന്നു. ഓക്കെ, സീരിയസ് ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു വെബിനാർ എന്ന് വെച്ചാൽ ആ ഒരു ബിഗ് ഫണലിന്റെ ഫസ്റ്റ് ഫിൽട്രേഷൻ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആർക്കും ബിസിനസിനെ പറ്റിയിട്ട് എനി ഇൻഫർമേഷൻ അവർക്ക് വേണമെങ്കിൽ ദേ ഹാവ് ടു ഗോ ത്രൂ ദി വെബിനാർ. അതെ, ബട്ട് യെസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഫ് യു റിയലി സീരിയസ് ആൻഡ് ഇഫ് യു ലുക്കിംഗ് ഫോർ സംതിങ്, നിങ്ങൾ ആക്ച്വലി ചെയ്യണം, നിങ്ങൾ ബിസിനസ് ഇൻട്രസ്റ്റിംഗ് തോന്നി, നിങ്ങൾക്ക് യു വാണ്ട് ടു നോ ഫർദർ വാട്ട് കമ്പനി, ഏത് കമ്പനിയാണ്. ബിക്കോസ് ഒബ്വിയസ്ലി നിങ്ങൾ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണതാ, അപ്പം യു വാണ്ട് ടു നോ എവറിഥിങ്. So that is when we tell them നിങ്ങൾ ഇതിൽ $149 പേ ചെയ്യും. ആക്ച്വലി $149 ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ we need certain commitment from them, because ഞങ്ങൾ we are into a system, it's a proven system. ഇത് ഫോളോ ചെയ്ത ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നുണ്ട്. വി ഹവ് സീൻ ദാറ്റ്. ഞങ്ങൾ കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ വെറും സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് അവർ സക്സസ്ഫുൾ ആയിരിക്കുന്നത്. സോ ഇംഗ്ലീഷ്
അതെ അതെ, ബേസിക് ഇംഗ്ലീഷ് പോലും അറിയാത്ത ആൾക്കാര്. അപ്പൊ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നേ. അപ്പൊ സം പീപ്പിൾ ഹാവ് മേഡ് എഫേർട്സ്, ദേ പുട്ട് ഇൻ എഫേർട്സ് ഇൻ ദിസ്. അപ്പൊ വി റിയലി സം കമ്മിറ്റ്മെന്റ് ഫ്രം പീപ്പിൾ ഹു ആർ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ. വെറുതെ ചോദിച്ചിട്ട് 100 ക്വസ്റ്റ്യനും ചോദിച്ചിട്ട് പിന്നെ അടുപ്പത് അത്ര സമയം ഞങ്ങളടുത്തും ഇല്ല. ദീപ ഡസ് നോട്ട് ഹാവ്, ഈവൻ ഐ ഡോണ്ട് ഹാവ്. അപ്പൊ ആരടുത്തും ഉണ്ടാവില്ല അത്ര സമയം. ആൻഡ് മോസ്റ്റ് ഓഫ് us are already in jobs. ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടാണ് ഇത് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ ദിസ് കമ്മിറ്റ്മെന്റ് ഈസ് റിക്വയർഡ്. അപ്പൊ ഇത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ കാണുന്ന വ്യൂവേഴ്സിനോട് പറയട്ടെ, ഈ amount totally refundable ആണ്. And I am one example of a person who was refunded. ഞാൻ ആദ്യം വെബിനാർ കണ്ടിട്ട് I got in and എന്റെ വെൻഡർ പറഞ്ഞു ഇത് റീഫണ്ടബിൾ ആണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ പോയി എന്റെ 149. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കാലോ ഇത് റീഫണ്ട് ആവോ ഇല്ലേന്ന്. സോ ഐ ജസ്റ്റ് ട്രൈഡ് ആൻഡ് ഇറ്റ് കെയിം ബാക്ക്. ഞാൻ എന്റെ വെൻഡറോട് പറഞ്ഞു ഐ നീഡ് മൈ മണി ബാക്ക്, എനിക്കിപ്പം ചെയ്യാൻ മൂഡില്ല. She didn't ask me anything. ഒന്നും ചോദിച്ചില്ല, എന്താ വേണോ വേണ്ടേ ഒന്നും ചോദിച്ചില്ല. And she just asked me, okay, I have put a refund request. ഈ പൈസ തിരിച്ചു വരും. Still I didn't believe. 2 ദിവസം കഴിഞ്ഞിട്ട് അത് എന്റെ അക്കൗണ്ടിൽ 2 ദിവസം എടുത്തിട്ടില്ല. It came before that. 48 hours-നുള്ളിൽ money came into my account. അപ്പൊ എനിക്ക് വിശ്വാസമായി, oh, this money definitely comes back. എന്നിട്ട് എനിക്ക് ബിസിനസ്, because I liked the business so much, it kept എന്റെ മൈൻഡിൽ അതിങ്ങനെ ബിക്കോസ് ഇന്ദു 149 പേയ്മെന്റ് ചെയ്തപ്പോ ഓൾറെഡി ബിസിനസിനെ കുറിച്ചുള്ള ഫുൾ സീക്രട്സ് കിട്ടിയല്ലോ, വീഡിയോസ് ആയിട്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒരു 1 month ടൈം കിട്ടുമല്ലോ. $149 $149 പേയ്മെന്റ് ചെയ്ത ദിവസം മുതൽക്ക് 30 days വരെ റീഫണ്ടബിൾ എമൗണ്ട് ആണ്. അപ്പൊ ബിസിനസ് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു പ്രീ കോച്ചിങ് വീഡിയോസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, സോ ദേ ഗിവൺ യു എവരിതിങ്. വൺസ് യു ഹവ് നോൺ, യു ഹാവ് ഗൂഗിൾ മാസ്റ്റർ, നിങ്ങൾക്ക് എല്ലായിടത്തും നോക്കാലോ. So I did that. ഞാൻ എന്റെ മെന്ററിനോടും കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗൂഗിളിലും കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. I did my all investigations and research. അപ്പൊ എന്റെ അടുത്ത് കയ്യിൽ സമയം ഉണ്ടായിരുന്നു. ബട്ട് ആ ഫസ്റ്റ് ടൈം ഞാൻ റീഫണ്ട് ചെയ്തില്ല. അപ്പൊ ഐ ഡിഡ് നോട്ട് ടേക്ക് എനി ടൈം. ഞാൻ 2 ദിവസത്തെ റീഫണ്ട് മേടിച്ചു, വേണ്ട വിചാരിച്ചു. Then because ആ കമ്പനി നെയിം എല്ലാം എനിക്ക് കിട്ടിയിരുന്നു, so I googled again. Then I went back, paid my money again. Okay. I paid again. Then I took my 30 days. Full എല്ലാ കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്തു. Once I knew that money is refundable, എനിക്ക് അതിൽ വിശ്വാസം വന്നു. Okay, it is, you can trust. System-നെ ട്രസ്റ്റ് ചെയ്യാം. Yesterday also ഞാൻ ഒരു കസ്റ്റമർക്ക് റീഫണ്ട് കൊടുത്തേ ഉള്ളൂ. തിരിച്ച് ഞാനൊന്നും ചോദിച്ചു, എനിക്ക് ഇത്രയും സമയം. That is the beauty. We don't ask any questions to people who do not want to go further. Not pushy. Yes, we are not pushy, and we don't even ask them why you don't want to do it, why you don't want to see it. നിങ്ങൾക്ക് വേണ്ട വിചാരിച്ചാൽ you just request your whomever you paid the money through, ask them എനിക്ക് refund തിരിച്ചു വേണം, that money comes back. Okay. I will still suggest, ഞാൻ പിന്നെയും ആൾക്കാരോട് സജസ്റ്റ് ചെയ്യും, it's your decision. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പൈസ നിങ്ങൾ നോക്കുക. But I will give you one piece of advice. Once, since you've already paid, and you have 30 days time, അങ്ങനെ ധൃതി പിടിച്ചിട്ട് 24 മണിക്കൂറിൽ പൈസ എനിക്ക് തിരിച്ചു വേണമെന്നില്ല വാശി പിടിക്കാണ്ട് go through the entire process. 30 days-ന്റെ ആവശ്യമില്ല. Within 4-5 days you can make your decision, no doubt. പക്ഷെ since you are given time, explore it well. നന്നായി നോക്കുക what the business holds for you. ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ആരെല്ലാം ഈ ബിസിനസ് ഇൻവോൾവ്, എങ്ങനത്തെ ആൾക്കാരാണ്, പ്ലസ് ലീഗാലിറ്റി, എല്ലാ കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ഡോണ്ട് ഗോ ബൈ എന്താ പറയാ, വേണ്ടാത്ത നോട്ട് എ പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കി പോകരുത്. ഷുഡ് ഓൾവേസ് ഗോ ത്രൂ ദ റൈറ്റ് ഇൻഫർമേഷൻ. എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള കാര്യം, ഈ ബിസിനസ് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ആൾക്കാർക്ക് മര്യാദക്ക് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാതെ നമ്മൾ അവരുടെ അടുത്ത് നിങ്ങള് ബിസിനസ് അല്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഇട്, എന്റെ അക്കൗണ്ട് തരാം, അങ്ങനെയൊന്നും അല്ല. എല്ലാം നമ്മൾ ത്രൂ അല്ല, ട്രാൻസാക്ഷൻസ് എല്ലാം കമ്പനി ത്രൂ. We don't get ഈ $149 പോലും ഞങ്ങൾക്ക് കിട്ടില്ല. It's not for us. അത് ആക്ച്വലി ആ കൊടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് മനസ്സിലാവും ഈ പൈസ 149 എന്തിനാ എടുത്തിരുന്നത്. ബിക്കോസ് ദീപ, when I came first,
ഞാൻ വിചാരിച്ചു $149 എന്തിനാണ്. Then എന്തുകൊണ്ട് വെച്ചാൽ ബിക്കോസ് ഐ എം നോട്ട് ഫ്രം ദിസ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? എനിക്കൊന്നും അറിയില്ല സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടും പ്രോഗ്രാംസിനെ പറ്റിയിട്ടും. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എ ഫണൽ, ഒന്നും എനിക്ക് അറിയണ്ടായിട്ടില്ല. മേടിക്കുന്ന ആ $149 മേടിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് വർത്ത് ലാക്സ്. അതെ, $149 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇന്ത്യൻ മണിയിൽ ഒരു 13,000 രൂപ മാക്സിമം അല്ലെ, 12,000-13,000 രൂപ. പക്ഷെ നിങ്ങൾക്ക് what you are getting in return for this 13,000 rupees in Indian money, if I say, it is worth in lakhs. നിങ്ങൾക്ക് കിട്ടാൻ പോണ കാര്യങ്ങൾ, everything is made ready made and given to you. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇന്ദുവിന് ഇങ്ങനെ ഒരു റീഫണ്ട് കഥ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. My mentor knows. I always tell people ഞാനൊരു ലൈവ് എക്സാമ്പിൾ ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ മെന്ററിന്റെ അടുത്ത് ഫസ്റ്റ് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, എന്റെ മെന്റർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ആളായിരുന്നു, എന്റെ മെഡിക്കൽ കോളേജ് സീനിയർ ആയിരുന്നു. സോ അഞ്ജുവിന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്, അല്ല അഞ്ജു ചേച്ചി $149 പേയ്മെന്റ് ചെയ്യാതെ ചേച്ചിക്ക് ഇൻഫർമേഷൻ എല്ലാം എനിക്ക് തന്നൂടെ, അറിയാവുന്ന ആൾക്കാർ, നമ്മളെന്തിനാ അങ്ങനെ ഒരു ബന്ധം എന്തിന്? അപ്പൊ അഞ്ജു പറഞ്ഞു, ദീപ ഇറ്റ്സ് ആക്ച്വലി ഒരു ബിസിനസ് മോഡലാണ്, അതൊരിക്കലും ഒരാൾ ഇരുന്നിട്ട് വെർബലി പറഞ്ഞു തന്നുകൊണ്ട് നിനക്ക് ആ ഫുൾ കൺസെപ്റ്റ് ഒരിക്കലും നടക്കത്തില്ല. ഒരു 3 to 4 hours നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്രയും സമയം എടുക്കും. I don't have that much time, Deepa. First of all, I'm so sorry to say you, I don't have that much time. Okay. അപ്പോ നിനക്ക് നിന്റെ സമാധാനപരമായിട്ട് ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നിനക്ക് മെയിലിൽ അത് അയച്ചു തരും, വീഡിയോസ് ആയിട്ട്. നിനക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നിനക്ക് എവിടെ ഏത് കൺട്രിയിൽ പോയിട്ട് വേണമെങ്കിലും അതിനെ കുറിച്ചിട്ട് ഈ കമ്പനിയെ കുറിച്ചിട്ടും എല്ലാം നിന്റെ രീതിയിൽ റിസർച്ച് ചെയ്യാം. അപ്പം ഇപ്പൊ അവിടെ എന്റെ ടൈം സേവ് ആവുന്നുണ്ട്, നിന്റെ കൺവീനിയൻസും ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഈ ബിസിനസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ, ബിക്കോസ് എനിക്ക് മനസ്സിലായി ഷീ വാസ് നോട്ട് ഗോയിങ് ടു ഗിവ് മീ എനി ഇൻഫർമേഷൻ. സോ പക്ഷേ ഐ വാസ് ക്യൂരിയസ്, ഐ വാണ്ടഡ് ടു നോ സംതിങ്, ഐ വാണ്ടഡ് ടു ഡു സംതിങ്, ഐ വാണ്ട് ടു നോ. സോ ഞാൻ $149 പേയ്മെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മനസ്സിലായി, എനിക്ക് ആ $149 പേയ്മെന്റ് ചെയ്യാൻ തോന്നിയ ആ മൊമെന്റ് ഇസ് കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്. ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് അറിയാനിടയായത്, കൂടുതൽ അറിയാനിടയായത്, അതിലേക്ക് വരാൻ. ദീപ നോക്കൂ, ഇത് ഇത്രയും കൺവീനിയന്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ടേഷൻ ഇല്ല, ലൊക്കേഷൻ ബൗണ്ടേഷൻ ഇല്ല. നിങ്ങൾക്ക് ഒരു സാധനം മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുക, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക, റിന്യൂവൽ ചെയ്യുക, മെമ്പർഷിപ്പ് റിന്യൂവൽ ചെയ്യുക, ഒന്നും വേണ്ട. മാനേജ് ചെയ്യണ്ട. ബിക്കോസ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ആമസോൺ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നുള്ള കംപ്ലൈന്റ്സും ഇവര് തന്നെ വിളിച്ചിട്ട് പറയുന്നത്, അതും കൂടെ കേൾക്കണം. പക്ഷെ ഇൻ റിട്ടേൺ അവരുടെ തിരിച്ചുള്ള റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്, പക്ഷെ എഫേർട്ട് ഭയങ്കര കൂടുതലാണ്. കോമ്പൻസേഷൻ പാക്കേജ് ഈസ് സോ ഓസം. ഇവിടെ കോമ്പൻസേഷൻ ആൻഡ് കൈൻഡ് ഓഫ് ബോണസ് ഓർ പെൻഷൻ അങ്ങനെയൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് എവറി സെയിൽസ് ദി കൈൻഡ് ഓഫ് കമ്മീഷൻ ദാറ്റ് യു ഏൺ, അത് ചെറുതല്ല. ലൈക്ക് നോബഡി, ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ നിന്നിട്ട് ഇഫ് യു ആർ ഏർണിംഗ് വെൽ ആൻഡ് യു ആർ ഹാവിങ് എ ഗുഡ് ലൈഫ്, നിങ്ങൾക്ക് ചെറിയൊരു കമ്മീഷന് വേണ്ടി നിങ്ങളൊരു ബിസിനസ് ചെയ്യില്ല. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ചെറിയൊരു കമ്മീഷൻ, നോബഡി വിൽ ഡു ദാറ്റ്. യു ആർ ഓൾറെഡി ഏർണിംഗ് വെൽ, പിന്നെ എന്തിനാണ് ഇത്തരം പണിക്ക് പോകേണ്ട ആവശ്യം? സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. ഈ ബിസിനസ്സിൽ അതും വളരെ നല്ലതാണ്. ഓക്കെ, താങ്ക് യു ഇന്ദു, അപ്പൊ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിന്. അപ്പൊ ഞാൻ അടുത്ത, ഇപ്പം നമ്മള് രണ്ടുപേരും ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് റിലേറ്റഡ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് എനിക്ക് ഈവൻ ഫേസ്ബുക്കിന്റെ പോലും കൂടുതൽ ആസ്പെക്ട്സ് എനിക്ക് അറിയത്തില്ല. ഞാൻ ആകെ ചെയ്തിരുന്നത് പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്റെ ഫോട്ടോസും എന്റെ ഫാമിലി മൊമെന്റ്സ് പോലും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാത്ത ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഡെഫിനറ്റ്ലി ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്ദുവിന് അങ്ങനെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇന്ദു ഫേസ് ചെയ്തത്? ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീപ ആക്ച്വലി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ടൊന്നും. കുറച്ച് എപ്പോഴും ഒരു ഫോട്ടോ എടുക്കാന്നല്ലാണ്ട് അതിനപ്പുറത്തൊന്നും അറിയില്ല.
ആഡ് റൺ ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് കുറേ ഉണ്ട്. പക്ഷേ അമേസിങ് ട്രെയിനിങ് ആണ്, വളരെ അമേസിങ് ട്രെയിനിങ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് ആ ട്രെയിനിങ് കാണുമ്പോൾ എന്താ തോന്നാറുണ്ട്, ബിഗിനിങ് ഞാൻ ട്രെയിനിങ് കണ്ടപ്പം ഈ ചെറിയ കുട്ടികൾ കിൻഡർ ഗാർട്ടനിൽ പോവില്ലേ, അങ്ങനെ കൊണ്ടുപോകില്ലേ, ഇത് ബ്ലാക്ക് ബോർഡ് ആണ്, ഇത് പെൻസിലാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ബേസിക്സ് ആണ്, വളരെ ബേസിക്സ് ആണ്. സോ ഇപ്പൊ എന്റെ മാരത്തെ ഒരാൾക്ക് ഹു ഹാസ് നോ ഐഡിയ അബൌട്ട് ദീസ് തിങ്സ് സുഖമായിട്ട് ട്രെയിനിങ് ഫോളോ ചെയ്താൽ മതി. അത് ലേൺ ചെയ്യേണ്ട ഒരു വില്ലിങ്നെസ് വേണം. നിങ്ങൾക്ക് ആ വില്ലിങ്നെസ് വേണം. ആയിരിക്കണം എന്ന് പറയില്ലേ, അത് തന്നെ. യെസ്, ദാറ്റ്സ് ദ വേർഡ്. നിങ്ങൾ കോച്ചബിൾ. നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കാനില്ല വില്ലിങ്നെസ് കാണിക്കണം. അങ്ങനെ ഒരു ഇല്ലാത്തവര് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിലോട്ട്, ഈ ബിസിനസ്സിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. എക്സാക്ട്ലി. അങ്ങനത്തെ ആൾക്കാർ പിന്നെ ഇതിനും എന്ത് കാര്യത്തിനും ഫിറ്റ് അല്ലാന്ന് ഞാൻ പറയും. ബിക്കോസ് നിങ്ങളൊരു കാര്യം, നിങ്ങൾക്കൊരു സാധനം വേണം, യു വാണ്ട് ടു ഏൺ, യു വാണ്ട് ടു ഡു, പക്ഷെ യു ആർ നോട്ട് റെഡി ടു വർക്ക്, യു ആർ നോട്ട് റെഡി ടു ലേൺ, പിന്നെ എങ്ങനെയാ? അതെ, കറക്റ്റ്. അത് നമ്മൾക്ക് ഇവിടെ വർക്കും ഭയങ്കര കുറവാണ്, കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് എനിക്ക് അധികം സമയം കിട്ടാറില്ല ദീപ. 10 hours 11 hours എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സമയമില്ലാത്ത. ഫീവറിന്റെ സീസൺ എല്ലാം ആവുമ്പം കുറെ പണിയും കൂടും. സോ യു ഡോണ്ട് ഗെറ്റ് ടൈം. അപ്പൊ ഇതില് 90% ഓഫ് ദ ജോബ് ഇസ് ഓൾറെഡി ഡൺ. നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് പോക്കറ്റ്സ് ഓഫ് ടൈം എടുത്തിട്ട് ദിവസത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റും. അതും കണ്ടിന്യൂസ് വേണ്ട. ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര നല്ല ജോലിയാണ് ചെയ്യുന്നത്. യെസ് യെസ്. അപ്പൊ നിങ്ങൾ വെറും ഒരു ഹാഫ് ആൻ അവർ രാവിലെയോ ഹാഫ് ആൻ അവർ ഈവനിങ്ങിലോ അങ്ങനെ പോക്കറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ സമയം. അതെ, ഫ്രീ ഒരു കണക്ഷനും ഒരു അല്ലെങ്കിൽ ഒരു ഫോണോ ഒരു ലാപ്ടോപ്പോ ഫോൺ മതി. ഓക്കെ, എനിക്കും ഇത് തന്നെയാണ്. ഒന്നും അറിയത്തില്ലാത്ത ഒരു ഇതിൽ നിന്നും ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ ഓരോരോ പോസ്റ്റുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യും, അതിന്റെ വെബ് ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന. അതെ, കുറേ സ്കിൽസ് പഠിക്കും ഇതിന്റെ അകത്ത് കയറുമ്പോൾ. അതെ, എന്തായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓൺലൈൻ ബിസിനസ് പറഞ്ഞിട്ട് കയറിയിട്ട് കുറെ ഡൗട്ട്ഫുള്ളും ഒക്കെ ആയിട്ട് കയറിയതാണ്. പക്ഷെ കുറെ കാര്യങ്ങൾ പുതിയ പഠിച്ചു. നമ്മൾ തമ്മിൽ പോലും ഒത്തിരി ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാൻ പറ്റും. നമ്മൾ രണ്ടുപേരും അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. ഈ ബിസിനസ് ത്രൂ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അറ്റ് എനിവേ നമ്മൾ കണക്റ്റഡേ അല്ലായിരുന്നു. ഇപ്പം എനിക്ക് പുതിയ ഇങ്ങനെ ഇപ്പൊ ദീപയും ഞാനും രണ്ടുപേരും നാട്ടിൽ നിന്നാണ്, മലയാളിയാണ്. ആ കോമൺ ഒരു ബോണ്ടിങ് ഉണ്ട്, കോമൺ ബോണ്ടിങ് ഉണ്ട്. ഇവിടെ നിങ്ങൾ യു കം അക്രോസ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഗ്ലോബ്. പക്ഷെ അവരെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ യു ഹാവ് എ വെരി ഗുഡ് കമ്മ്യൂണിറ്റി ടു വർക്ക് വിത്ത്. അപ്പം തുടക്കത്തിൽ ഞാനും വന്നപ്പോൾ ഐ വുഡ് ലൈക്ക് ഇഫ് ഐ ഹാഡ് സം ചാലഞ്ച്, ഞങ്ങൾ കോമൺ ഗ്രൂപ്പ്സിൽ ഇട്ട് കഴിഞ്ഞാൽ യു സീ ദ കൈൻഡ് ഓഫ് റെസ്പോൺസ്. പീപ്പിൾ ആർ റെഡി ടു ഹെൽപ്പ് യു. അവർക്ക് ഇപ്പൊ എന്താ കിട്ടുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട്? അതെ അതെ, വെരി ഗുഡ് കമ്മ്യൂണിറ്റി. അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി എന്റെ ബിസിനസിന് അഡ്വാൻറ്റേജ് അവർക്ക് എവിടുന്നും കിട്ടുന്നില്ല. ഇല്ല, അത് കംപ്ലീറ്റ്ലി നമുക്ക് മാത്രമാണ്. പക്ഷെ അവരും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആണ് ഭയങ്കരമായിട്ട്. വേറൊരു ബിസിനസ്സിലും എനിക്ക് തോന്നുന്നില്ല, നമ്മള് ഫിസിക്കൽ ബിസിനസ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ടോട്ടലി കോമ്പറ്റീഷനാ, അത്രേ ഉള്ളൂ. അതെ, ഒരാൾക്ക് അറിയാവുന്ന ഒരു നോളജ് ആരും ഷെയർ ചെയ്യാറില്ല. പക്ഷെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ട് നോളജ്. നോ ഡൗട്ട്. ഓക്കെ, താങ്ക് യു. ദെൻ നമ്മളുടെ അടുത്തത്, സ്വാഭാവികമായിട്ടും നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രത്യേകിച്ചും അതും ഇതേപോലെ ക്യാഷ് പേയ്മെന്റ്, അതായത് $149 പേയ്മെന്റ് ചെയ്യണം, ബിസിനസ് ആണ്, ബിസിനസ്സിന് ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം ഓൺലൈനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ അറിയുന്ന ആൾക്കാർ, മീൻസ് നമ്മളുടെ സ്പോസിന്റെ അടുത്തായാലും വീട്ടുകാരുടെ അടുത്തായാലും ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ടത് ഇറ്റ് വിൽ ബി എ ബിഗ് നോ. സോ ഹൗ സ്കെപ്റ്റിക്കൽ വെയർ യു ഓർ ഹൗ സ്കെപ്റ്റിക്കൽ വാസ് യുവർ ഫാമിലി മെമ്പേഴ്സ്? അത് പറയാമോ? ഫാമിലി എനിക്ക് പറയാനൊന്നുമില്ല. ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. ഞാൻ തുടക്കത്തിൽ കുറച്ച് സ്കെപ്റ്റിക്കൽ, ബിക്കോസ് എനിക്ക് അത് അറിയില്ലല്ലോ. ഐ വാസ് അൺഅവെയർ, ഇഗ്നറൻസ്, എനിക്ക് അറിയില്ലായിട്ടില്ല ഒന്നും. സോ എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് എവറിത്തിങ് വാസ് എ സ്കാം. എല്ലാം ഓൺലൈൻ വരുന്ന
സ്കാം ആണെന്ന്. പിന്നെ 1-2 പ്രാവശ്യം തുണി മേടിച്ചത് അത് ശരിയായില്ല. അപ്പൊ എനിക്ക് എന്റെ വിചാരം ഓൺലൈനിൽ എന്ത് മേടിച്ചാലും അത് ഫ്ലോപ്പ് ആയിരിക്കും, അതെന്തായാലും പറ്റില്ലായിരിക്കും. ഹസ്ബൻഡ് വാസ് ലൈക്ക് യു ഗോ ത്രൂ, നീ നോക്ക് നിനക്ക് എത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ആൻഡ് ഹൗ ലീഗൽ ഇറ്റ് ഇസ്. ലീഗാലിറ്റി ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. ബിക്കോസ് ഐ നോട്ട് ഡു എനിത്തിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് മൈ, എന്താ പറയുക, ഞാനിവിടെ ഒരു ഫാക്കൽറ്റിയാണ്, എൻ്റെ കുറെ കൊല്ലങ്ങളായിട്ട് ഞാനും ഹസ്ബൻഡും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഐ വുഡന്റ് ഡു എനിത്തിങ് ദാറ്റ് വുഡ് ജിയോപ്പഡൈസ് ഈ സിറ്റുവേഷനിൽ എൻ്റെ അല്ലെ എൻ്റെ സ്റ്റേറ്റസിനെയോ എൻ്റെ ക്രെഡിബിലിറ്റിനെയോ ജിയോപ്പഡൈസ് ചെയ്യുന്ന ഒരു പണി എനിക്ക് ചെയ്യാൻ പാടില്ല, ആൻഡ് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പൊ അതേ ഒരു കൺസേൺ ആദ്യം ഉണ്ടായത്, ചെയ്യുന്ന പണി ശരിയാണോ അല്ലേ. സോ വൺ ഞാൻ ക്ലാരിറ്റി, അതിന്റെ സ്കെപ്റ്റിസിസമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പൈസ ആസ് ഐ ടോൾഡ് യു നോ, ഇപ്പൊ എത്ര മാക്സിമം പോയാലും ഇപ്പൊ എത്രയാ പോവായിരുന്നു, 12,000 13,000. അതിപ്പോ ഹൃദയോട് പോയി വന്നു കഴിഞ്ഞാലും പൈസ അത്രയെല്ലാം ചെലവാകും. പക്ഷെ മെയിൻ കൺസേൺ ലീഗാലിറ്റി ആയിരുന്നു എനിക്ക് ദീപ. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയപ്പം then I did not look back. എന്നെ സംബന്ധിച്ചും ഞാനിപ്പോ UAE പോലുള്ള ഒരു കൺട്രിയിൽ നിന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, അതേപോലെ ഞാൻ ലൈസൻസ്ഡ് സ്റ്റാഫാണ്, ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്, ലൈസൻസ്ഡ് സ്റ്റാഫാണ്. അപ്പൊ എനിക്കും ആദ്യം ഉണ്ടായിരുന്ന മെയിൻ കൺസേൺ ഇതാണ്, ഇത് പണി കിട്ടുമോ ഇവിടെ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാല്. പിന്നെ എനിക്ക് UAE വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരെ എനിക്ക് നമ്മളുടെ മീൻസ് $149 പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യുന്ന ബാക്കി ബിസിനസ് ഓണേഴ്സിന്റെ ഒരു VIP ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടത്തില്ലേ. അപ്പൊ അതിനകത്ത് ഞാൻ UAE വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ മനസ്സിലായി, ഏത് കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ ടാക്സ് പേയ്മെന്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഇന്ത്യയിൽ ചെയ്യുന്ന നിങ്ങൾ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ അവരും ടാക്സ് പേയ്മെന്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് UAE ടാക്സ് ഇല്ല. പക്ഷെ ബിസിനസ് എന്നുള്ള നമ്മുടെ കമ്മീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്സ് വരുന്നത് എന്റെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആണ്. അത് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് എന്തായാലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നോൺ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ആർക്കും അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല, ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇവിടെ UAE ചെയ്യുന്നുണ്ട്, സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ UAE ലീഗാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രൂഫ് എനിക്ക് ഇനിയും സ്ട്രിക്റ്റ് ആണല്ലോ കാര്യങ്ങൾ. ഓക്കെ ഇന്ദു, സോ എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ദു ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട്. എനിക്കറിയാം ഇന്ദുവിന്റെ ഓഫ് ഡേ ആണ്, അതിനിടയ്ക്കെല്ലാം ഇന്ദു ടൈം കണ്ടുപിടിച്ചിട്ട് എന്റെ പേജിൽ വന്നു, എന്റെ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യാൻ വന്നു, എനിക്ക് നമ്മളുമായിട്ട് ഇത്രയും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു. താങ്ക് യു വെരി വെരി മച്ച്. താങ്ക് യു സോ മച്ച്, ഇറ്റ്സ് മൈ പ്ലഷർ. വളരെ സന്തോഷം എനിക്ക് ദീപയുടെ ഇൻവിറ്റേഷൻ വരാൻ. എനിക്ക് there was no problem at all. ഇന്ന് സൺഡേ ആയതോടെ it was all the more easy. കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക്. സൺഡേ ആണ് നമ്മൾ കുറെ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാം വർക്കിംഗ് മദേഴ്സ് ആയതുകൊണ്ട് ഒരു സൺഡേ കുറെ കാര്യങ്ങൾ ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യും. സൺഡേ ചെയ്യാ വെച്ചു. അപ്പൊ സൺഡേ ഇസ് എ കൈൻഡ് ഓഫ് ഇമ്പോർട്ടന്റ് ഡേ. പക്ഷെ എന്നാലും ഇന്ദു വന്നു, ഇന്ദു ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു, ഷെയർ ചെയ്തു. Thank you very much. That's it. Thank you, Deepa. Thank you. Okay, Indu. Thank you. So, hi everyone. Bye bye. So, thank you for watching us. First of all.